സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ കർമ്മ പദ്ധതികളുമായി വനംവകുപ്പ് വന്യജീവികളുടെ സാന്നിധ്യം നിരീക്ഷിക്കാൻ റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തും. എസ്റ്റേറ്റുകളിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകും. 28 RRTകൾക്ക് ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ച പ്രൊപ്പോസലിൽ അടിയന്തര നടപടി സ്വീകരിക്കാനും ധാരണയായി. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളും മരണങ്ങളും വ്യാപകമായ സാഹചര്യത്തിലാണ് വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. വനമേഖലകളിൽ റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പദ്ധതിയുടെ നോഡൽ ഓഫീസറായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ മനു സത്യനെ നിയമിച്ചു. 28 RRTകൾക്ക് ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ച പ്രപ്പോസലിൽ അടിയന്തര നടപടി സ്വീകരിക്കും. പൊതുജന പങ്കാളിത്തത്തോടെ വന്യജീവി ആക്രമണങ്ങൾ നേരിടാൻ സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കും. പൊതുപ്രവർത്തകരെയും യുവാക്കളെയും ഉൾപ്പെടുത്തിയായിരിക്കും ഇവയുടെ പ്രവർത്തനം. RRTക്ക് പുറമെ ആയിരിക്കും ഇവ പ്രവർത്തിക്കുക. വന്യജീവി ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിന് ആദിവാസികളുടെ ഉൾപ്പെടെ പരമ്പരാഗത അറിവുകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി വനം ഗവേഷക കേന്ദ്രവുമായി സംയോജിച്ച് പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 2016 മുതൽ 2025 വരെ 192 പേർക്ക് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമായതായി വനം മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ വ്യക്തമാക്കി. 278 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് മാത്രം മരിച്ചത് 48 പേർ. ഇടുക്കിയിൽ ജീവൻ നഷ്ടമായത് 40 പേർക്ക്. വയനാട്ടിൽ 36 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2025 ജനുവരി 1 മുതൽ ഇന്നുവരെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 9 പേരാണ്. കാട്ടാനാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. കടുവയുടെ ആക്രമണത്തിൽ ഒരാളും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. AV ജയശങ്കർ, 24, തിരുവനന്തപുരം.